ready to a village 7 miles from Jerusalem called Emmaus. And they were conversing about all the things that had occurred. And it happened that while they were conversing and debating, Jesus himself drew near. 60,000 വിശ്വാസികൾ, 1600 വൈദികർ, 1236 സന്യാസിനികൾ. അമേരിക്കയിൽ പുതിയ പെന്തക്കുസ്തായ്ക്ക് തുടക്കമിട്ട് ദിവ്യകാരുണ്യ കോൺഗ്രസിന് സമാപനം. 10,000ങ്ങൾക്ക് വലിയ ആത്മീയ ഉണർവ് സമ്മാനിച്ച അമേരിക്കയിലെ ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിന് പ്രാർത്ഥനാ നിർഭരമായ സമാപനം. ഇന്ത്യാനാപോളിസിലെ ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയത്തിൽ ജൂലൈ 17 മുതൽ നടന്നുവരികയായിരുന്ന ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രത്യേക ദൂതനായി എത്തിയ കർദിനാൾ ലൂയിസ് അന്റോണിയോ ടാഗ്ലിയുടെ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയർപ്പണത്തോടെയാണ് സമാപിച്ചത്. 60,000 വിശ്വാസികളും 1600-ലധികം വൈദികരും സെമിനാരി വിദ്യാർത്ഥികളും ബിഷപ്പുമാരും കർദിനാളുമാരും 1236 സന്യാസികളും തിരുകർമ്മങ്ങളിൽ ഭാഗഭാക്കായി. NFL ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ 10,000-കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു ബലിയർപ്പണം. നമുക്ക് തീക്ഷ്ണതയോടും സന്തോഷത്തോടെയും യേശുവിനെ പ്രഘോഷിക്കാൻ പോകാമെന്ന് കർദിനാൾ ലൂയിസ് അന്റോണിയോ പറഞ്ഞു. സഭയ്ക്ക് വേണ്ടത് ഒരു പുതിയ പെന്തക്കുസ്തായാണ്. സഭ സുവിശേഷത്തോട് വിശ്വസ്തത പുലർത്തണം. നമ്മൾ ജനിച്ചത് ഈ കാലത്തിനാണ്. ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ സത്യവും അടിയന്തരമായി കേൾക്കേണ്ട ഒരു ലോകത്തേക്ക് തിടുക്കത്തിൽ പോകേണ്ട സമയമാണിതെന്നും കർദിനാൾ ലൂയിസ് കൂട്ടിച്ചേർത്തു. ജൂലൈ 17 മുതൽ 21 വരെ 5 ദിവസങ്ങളിലായി നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാൻ 50 സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ദീർഘദൂര യാത്ര നടത്തി ഇന്ത്യാനാപോളിസിൽ എത്തിച്ചേർന്നത്. വിശുദ്ധ കുർബാനയുടെ സമാപനത്തിൽ യേശുവിന്റെ കുരിശുമരണത്തിന് ശേഷം 2000 വർഷം പിന്നിടുന്ന 2033 മറ്റൊരു ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്താൻ US ബിഷപ്പുമാർ പദ്ധതിയിടുന്നതായി ക്രൂക്സ്റ്റണിലെ ബിഷപ്പ് ആൻഡ്രൂ കോസൻസ് പ്രഖ്യാപിച്ചു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ദിവ്യകാരുണ്യ കോൺഗ്രസിനിടെ സീറോ മലബാർ റീത്തിലും ബലിയർപ്പണം നടന്നിരുന്നു. വിനോണോ റോച്ചസ്റ്റർ മെത്രാൻ റോബർട്ട് ബാരോൺ, അമേരിക്കയിലെ വത്തിക്കാൻ പ്രതിനിധിയായ ക്രിസ്റ്റഫെ പീറെ, രാജ്യത്തെ ദിവ്യകാരുണ്യ ഭക്തിയുടെ നവീകരണത്തിന് നേതൃത്വം നൽകുന്ന ക്രൂക്സ്റ്റൺ മെത്രാൻ ആൻഡ്രൂ കോസൻസ്, ന്യൂയോർക്ക് അതിരൂപത സഹായ മെത്രാൻ ജോസഫ് എസ്പിലാട്ട്, ബൈബിൾ NA ഇയർ പോഡ്കാസ്റ്റിന്റെ അവതാരകനായ ഫാദർ മൈക്ക് ഷ്മിറ്റ്സ്, EWTNന്റെ പരിപാടികളായ ഐക്കൺസിന്റെയും രചയിതാവും പ്രൊഫസറുമായ ഫാദർ ജോൺ ബേൺസ്, ചോസൻ സീരീസിലെ യേശുവിന്റെ വേഷം അവതരിപ്പിച്ച ജോനാഥൻ റോമി ഉൾപ്പെടെ നിരവധി പേർ ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പ്രഭാഷണം നടത്തിയിരുന്നു. 2019 പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ പഠനത്തിൽ അമേരിക്കൻ കത്തോലിക്കരിലെ 1/3 പേരാണ് ദിവ്യകാരുണ്യത്തിൽ ക്രിസ്തുവിന്റെ സജീവ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നതെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് അമേരിക്കൻ മെത്രാൻ സമിതി ദേശീയ ദിവ്യകാരുണ്യ വിശ്വാസ നവീകരണത്തിന് പദ്ധതിയിട്ടത്. ഇതിന്റെ ഭാഗമായാണ് ദീർഘമായ പ്രാർത്ഥനയ്ക്കും ഒരുക്കങ്ങൾക്കും ശേഷം ദിവ്യകാരുണ്യ കോൺഗ്രസ് പ്രഖ്യാപിച്ചത്.